ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മാന്യമായ രീതിയിൽ ഇന്ന് നല്ലൊരു പണി കിട്ടി കിടക്കായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എത്താനായിട്ട് 4 വഴിയുണ്ട്. 4 വഴി, ഇത് 4ാമത്തെ വഴിയാണ്. നമ്മളപ്പോൾ ഫ്രാൻസിൽ ഒരു സ്ഥലത്ത് പൂക്കൾ ഇറക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇതിനൊരു കോതികോ നമ്പറൊക്കെ ഉണ്ടായിരുന്നു. Merci. Merci. അത് കഴിഞ്ഞ് ലോഡ് ഇറക്കി. അപ്പോൾ അവിടെ നിന്ന് മെറ്റീരിയൽസ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡ് ഇപ്പോൾ പോകും. നോക്കി കണ്ടെടുത്തില്ലെങ്കിൽ എല്ലാ സൈഡും മുട്ടുന്നേ. മേഴ്സി. അപ്പം ഈ പുള്ളിക്കാരൻ ഇവിടെ വർക്ക് ചെയ്യണതാന്ന് തോന്നുന്നു. പുള്ളിയിലെ റിമോട്ട് ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ഞാൻ തന്നെ കയറിയ. ഇനിയിപ്പോൾ 10 മണിക്കൂർ ആവാനായിട്ട് 38 മിനിറ്റും കൂടി ഉള്ളൂ. അതിനകത്ത് നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യണം. അപ്പം എന്തായിരുന്നു ഇന്നത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് വഴികൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കണം. ഒരു വഴിക്കും ട്രെയിലറും കൊണ്ട് 3.5 ടണ്ണിൻ്റെ സംഭവം കൊണ്ട് ഒരു സ്ഥലത്തും കയറാൻ പറ്റാത്തൊരവസ്ഥ. അത് കഴിഞ്ഞ് 2 വഴി ഞാൻ പോയി. അപ്പോൾ അവിടെ വന്നപ്പോൾ 3.8 മുകളിലുള്ള ട്രക്കുകൾ അതിൽ കയറാൻ പറ്റില്ല, ഹൈറ്റ്. അതിനുശേഷം വേറെ നോക്കിയപ്പോൾ 4 ഹൈറ്റ്. ഇതൊരു റെയിൽ പാളത്തിൻ്റെ അടിയിൽ കൂടെ വരുന്ന വഴികളാണ് ഇപ്പുറത്തെ സൈഡിലേക്കുള്ളത്. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്ത് വേറൊരു സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ 4 മീറ്റർ ഹൈറ്റുള്ള വണ്ടികൾ കയറാം. പക്ഷെ നോക്കിയപ്പോൾ കംപ്ലീറ്റ് സ്ക്രാച്ച് വണ്ടികൾ പറയും. അതിൻ്റെ പേരിൽ എന്നിട്ട് ഞാൻ അവിടെ നിന്നും തിരിച്ചു 45 മിനിറ്റ് റെസ്റ്റ് എടുത്തു. ഇതെന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പക്കാ ലോക്കൽ വഴികളാണ്. ഇന്നപ്പോൾ അവധി ദിവസം ആയതുകൊണ്ട് നമുക്ക് ഒരു കണക്കിന് അപ്പുറത്തോട്ട് ചാടി കയറാം. അല്ലാത്ത പക്ഷം ഒരു വർഷം പണി കിട്ടും. നാളെ ഫീസ്റ്റ് അല്ല. അപ്പം ഈ കംപ്ലീറ്റ് വണ്ടികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറി പോരാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ അവിടെ ചെന്നു, ലോഡ് ഇറക്കി. തിരിച്ച് കയറ്റാനായിട്ട് സാധനങ്ങൾ ഉണ്ടായില്ല. അവിടേക്ക് വിളിച്ച് റിപ്പോർട്ട് ചെയ്തു. ഞാനിട്ട് വണ്ടി അപ്പം തന്നെ എടുത്ത് പോന്നു. ഇനി നാളെ കാലത്ത് ഒരു 1.5 കറക്കുണ്ട്. എന്തായാലും 2 മെയിൻ കാര്യങ്ങൾ ഇന്ന് കഴിഞ്ഞു. ആക്ച്വലി അപ്പം എനിക്ക് ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് വ്യക്തമായിട്ട് ഒരു ധാരണയുമില്ല. വണ്ടി പുറത്തേക്ക് എടുത്തിടണം, അത്രമാത്രമുള്ളൂ നമ്മുടെ ഉദ്ദേശം. ഒത്തിരി റെസ്ട്രിക്ഷൻസാണ് കൊടുത്തതാണ് അതിൻ്റെ അകത്ത്. ഞാനിപ്പോൾ വന്ന വഴി തന്നെ റൂട്ട് നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇത് മൊബൈലൊന്നും വെച്ചിട്ട്, മൊബൈലൊക്കെ വെക്കുമ്പോൾ കാറുകൾ പോണ വഴികളാണ് കാണിക്കുന്നത്. ഇപ്പം ഇതിലേ പോകുമ്പോൾ എന്തിട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അവിടെ നിന്നൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ പണി പാളും. എല്ലാ റൂട്ടുകളും അങ്ങനത്തെയാണ്. ഇതാണ് ആ പാലം. ബാക്കി 3 സ്ഥലത്തോടെ പോയി കഴിഞ്ഞാലും ഇതൊരു പാലാണ്. ഇതിൻ്റെ കൂടെ അപ്പുറത്ത് വന്നിട്ട് റെയിൽ പാളമുണ്ട്. 3 സ്ഥലത്തോടെ പോയി കഴിഞ്ഞാലും എല്ലാ അടിയിൽ കൂടെയാണ്. മേൽപ്പാലം എന്ന് പറയാനായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ റെസ്റ്റ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ എവിടെയെങ്കിലും വണ്ടി ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ കാലത്ത് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. ഇതൊരു ഗ്രാമമാണ്, പക്കാ ഗ്രാമം. അതിലും ഭേദം നമുക്ക് രാത്രി തന്നെ ഇവിടെ ഒന്ന് ചാടി കിടക്കണതാണ്. ഇതിന് മുമ്പിലുള്ള പാടുകൾ കംപ്ലീറ്റ് ഈച്ചകളടിച്ചിട്ടാ ഈ ലോക്കൽ റൂട്ട് ഇവിടെ വന്നിട്ട്. എല്ലാവരും അടച്ചതിൻ്റെ അകത്ത് കിടക്കണോണ്ട് നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് പോവാം, വലിയ കുഴപ്പമില്ലാണ്ട്. ഞാൻ എന്നിട്ട് വരണ വഴിക്ക് എൻ്റെ പുറകെ കൂടെ പോലീസ് വണ്ടി ഉണ്ടായിരുന്നു. അതെന്തിനാ വന്നതെന്ന് എനിക്കറിയില്ല. അവരെന്നെ കൈകൊണ്ടും കാലുകൊണ്ടൊക്കെ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യാൻ, നമുക്ക് പോകാൻ വഴി വേണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ തപ്പി വന്നപ്പോൾ ഈ വഴിക്ക് വന്നിട്ട് പ്രൊഹിബിഷൻ എഴുതിയില്ല, ചെറിയ വഴിയാണ്. എന്നാലും നമ്മളെടുത്ത് ഇങ്ങോട്ട് പോകുന്നു. എന്തായാലും ഇന്ന് ലോഡ് ഇറക്കണം എനിക്കുണ്ടായിരുന്നു ചിലപ്പോൾ. അത് എഴുതി വെച്ചാണ് സൈക്കിൾ അല്ലാണ്ട് ഒന്നും ഈ വഴിക്ക് പോകാൻ പാടില്ല. ഇതുപോലെ എഴുതി വെച്ചാണ് ട്രക്കുകൾ കയറുന്നില്ല, സൈക്കിൾ കയറുന്നൊക്കെയാണ് എഴുതി വെച്ചാണ്. ആ വഴി കൂടെ ഞാൻ എങ്ങനെ ട്രക്കും കൊണ്ടുപോകണത്? സൈക്കിള് കയറാൻ പാടില്ല, കാറ് കയറാൻ പാടില്ല. ഇതിലാണ് ശരിക്കും പറഞ്ഞാൽ പോകേണ്ടത്. നമുക്കിത് അവിടേക്ക് 3.6 ഹൈറ്റിലുള്ള ഒരു സാധനം പോലും കയറാൻ പാടില്ല. ഇതുപോലെയാണ് ഏകദേശം എല്ലായിടത്തും എഴുതി വെച്ചാണ്. അവിടെ ഒരു പാർക്കിംഗ് ഉണ്ടല്ല. ഞാൻ എന്നിട്ട് ഈ വഴി കൂടെ വന്നത്. ഇതിലെ പ്രൊഹിബിഷൻ കാണിച്ചത് വീണ്ടും റൗണ്ട് കാണിച്ചാണ്. പ്രൊഹിബിഷൻ, ഹെവി പ്രൊഹിബിഷൻ ഇതിലെ കാണിക്കുന്നത്. അപ്പം നമ്മളിന്ന് വരുന്ന വഴിക്ക് വന്നിട്ട് ഞാൻ അവിടെ ഒരു പാർക്കിംഗ് കണ്ടു വെച്ചിട്ടുണ്ട്. പാർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു പറമ്പ്. രാത്രി തന്നെ ഒന്ന് ചവിട്ടി പുറത്താക്കില്ലാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അവിടെ കയറ്റിടാന്ന് വിചാരിച്ചിരിക്കുന്നത്. ഈ സമയമായതുകൊണ്ട് ഇന്ന് വണ്ടികളില്ല. അപ്പോൾ കുറേ അങ്ങ് പോകുമ്പോൾ ഇതുപോലത്തെ ഒരു മൺതെട്ട് പോലത്തെ ഒരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. അവിടെ പാർക്ക് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുന്നത്. മാപ്പിൽ എവിടാന്ന് വെച്ചാൽ അടിക്കുന്നതെന്ന് ഒരു രക്ഷയില്ല. ഇവിടെ വന്നിട്ട് പ്രൊഹിബിഷൻ കാരണം ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചാണ്. കാരണം എനിക്കിപ്പോൾ തന്നെ വണ്ടി നിർത്തണമെന്നേ. ഞാനത് എവിടെയാണോ കണ്ടു വെച്ചത് നോക്കട്ടെ. പോണ വഴിക്കണം. ഒരു പാടത്തിന്റെ സൈഡിൽ കുറച്ച് സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. മാപ്പിലാണ് പറഞ്ഞത്. പണ്ടുണ്ടായിരുന്ന ഇത് ഇതുവരെയായിട്ടും മാറ്റിയിട്ടില്ല. അത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള അവര്. ഈ വഴിക്കൊക്കെയാണ് പോവാൻ പറയണത്. ഞാനിത് എങ്ങനെ പോവാനാണ്? ആ പുള്ളി അവിടെ ചവിട്ടി തന്നു. എന്നോട് നോക്കണം. വലിയ വണ്ടി വേണമല്ലോ അവരെ കവർ ചെയ്ത് പോകാനായിട്ട്. ഈ വഴിക്കൊക്കെ വിട്ടോളാനാണ് പറഞ്ഞത്. ഇല്ലാത്ത വഴി നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ഇവിടെ നിന്ന് ഇടത്തോട്ട് ഈ വഴിക്ക് നല്ല വഴിയാണ്. താങ്ക് യു. GPS ചിലക്ക് തലക്കി വരാന്താവുന്നേ. ഞാനിതിപ്പോൾ എങ്ങനെ പോണേന്ന് എനിക്ക് പോലും അറിയില്ല. വന്നതേ റൂട്ട്. അപ്പം നമ്മൾ വന്ന റൂട്ടിൽ വന്നിട്ട് എന്താ പറയാ, ഒരു സ്ഥലം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് അത് അല്ല.
ഇത് ചെറിയ ഗ്രാമമായതുകൊണ്ട് 4 വണ്ടിക്കുള്ള പാർക്കിംഗ് ആയിട്ടുള്ളവർ. En 900 metros, gira a la izquierda la D209 este. എനിക്ക് വേണമെങ്കിൽ അവിടെ തന്നെ കിടക്കായിരുന്നു, പക്ഷെ എനിക്ക് താല്പര്യമില്ല. കാലത്ത് എഴുന്നേറ്റ് ഈ വഴിക്ക് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് ഇവിടെ എഴുതി വെച്ചാണ് 6 ടണ്ണിൽ കൂടുതൽ കയറാൻ പാടില്ല. കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻസ് തന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇതിലൊക്കെ ചെറിയ വണ്ടികൾ പോണ വഴികളാണ്. അതിൻ്റെ ഇടയ്ക്കാണ്, ഈ ഗ്രാമങ്ങളുടെ ഇടയ്ക്കാണ് ഇവര് പൂക്കള് കൊണ്ടുവന്ന് വെക്കണേ. ഇവിടെ ഒരു പാർക്കിംഗ് ഉണ്ടല്ലോ, കുറച്ചാണോ ഓട്ടെ. വന്നു വഴിക്ക് പോകാൻ നല്ലത്. ബാക്കി നമുക്ക് നാളെ കാലത്ത് അടുത്ത് നിന്ന് കറങ്ങാം. ഇന്ന് ഇനി കറങ്ങിയാൽ ശരിയാവില്ല. ഒരു 28 മിനിറ്റും കൂടി ഉണ്ട്. അതിൻ്റെ അകത്ത് വണ്ടി എവിടെയെങ്കിലും കൊണ്ടേ കുത്തി കയറണം. En 3,5 kilómetros, gira a la izquierda en Route de Lenier. ഇവിടെ നിർത്താനും പറ്റില്ല, വരാറാനും പറ്റില്ല. ഇവിടെ ഏതോ വീടങ്ങണ്ടൊന്നും അല്ല, ബസ് സ്റ്റോപ്പാന്ന് തോന്നുന്നു. എന്തിട്ടാണോ നമ്മൾ അവിടുന്ന് കറക്റ്റ് 10 കിലോമീറ്ററാണ് വന്നിട്ടാണ് ഈ വഴി കൂടെ, ഇതുപോലത്തെ വഴി കൂടെ ഒക്കെ വന്നിട്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ ഏകദേശം എത്ര കിലോമീറ്റർ ആയെന്ന് എനിക്കറിയില്ല. ഇതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കമ്പനിയുടെ ഓണറാണ്. എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലും പുള്ളിക്കാരനെ വിളിക്കണം. മീൻസ് കുറച്ച് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടായിരുന്നു. കാരണം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പോകണമെങ്കിൽ പോകും കൂട്ടുകാരാ. എന്നെ സംബന്ധിച്ച് കണക്കാം, ഞാനിവിടെ നിന്ന് പാട്ടൊക്കെ പാടിയിട്ട് വരുള്ളൂ. അപ്പം എന്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ പറഞ്ഞേ ആരെയും വിളിച്ചിട്ട് കിട്ടിയില്ല. നവതി ചെയ്തുകൊണ്ട് ആരെയും കിട്ടിയില്ല. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ പുള്ളിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ അവരെ വിളിച്ചിട്ട് കിട്ടാനുള്ള എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരെ എന്നിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ഓക്കെ ഉണ്ട്, താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പം അതിന് ഓക്കെ പറഞ്ഞതാണ് പുള്ളി. അവിടേക്ക് ട്രക്ക് കയറാൻ പാടില്ല. En 1,5 kilómetros, gira a la izquierda en Route de Lenier. നമുക്കറിയില്ല, ഞാൻ വന്ന റൂട്ട് കാണാനില്ല. ദൈവം, അയ്യോ ഇവനിവിടെ കിടക്കാന്ന് തോന്നുന്നു.
ഇവിടെയാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം. Al final de la calle, gira a la izquierda. ദൈവമേ, ഒന്നും കാണാൻ പറ്റുള്ളല്ലോ. തൽക്കാലത്തേക്ക് നമുക്കപ്പം ഇന്ന് ഇവിടെ കിടക്കാം. ഇത് ആരുടെ സ്ഥലമാണെന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും ഇവിടെ കിടക്കാം. ഇവിടെ കിടന്നിട്ട് നമുക്ക് കാലത്ത് പാട്ടും പാടി പോവാം. ഇത് മാത്രമുള്ളൊരു വഴി ഞാൻ കാണണം കൂട്ടുകാരെ. അപ്പം എന്തായാലും വണ്ടി നൈസായിട്ട് വണ്ടികളൊന്നും വരണില്ല എന്ന് വിചാരിക്കുന്നത്. ഈ സൈഡിലേക്ക് ഒതുക്കി കഴിഞ്ഞാൽ ഇവിടേക്ക് അങ്ങോട്ട് റിവേഴ്സ് വെച്ചിട്ട് ഇതവിടെ അങ്ങനെ കിടക്കാം. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എൻ്റെ ദൈവമേ, ഇപ്പം നമുക്കിന്ന് നൈസായിട്ട് ഇവിടെ അങ്ങോട്ട് തീരുമാനമാവാം. അല്ലാണ്ട് പിന്നെ എന്നിട്ട് പറയാ, എൻ്റെ ഈ ഡിസ്കൂല. അതെ, ഒരു വെച്ച് കൈ വെച്ച് കഴിഞ്ഞാൽ അപ്പം പോകും പുറത്തോട്ട്. ആയി ആ പൊടിയും കോപ്പും എല്ലാം കൂടെ ഇപ്പം ഇങ്ങോട്ട് കയറി ഇങ്ങോട്ട് വരും. പറമ്പിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ അവരെന്നെ കൊല്ലും. അധികം കറങ്ങാൻ പോവാണ്ടിരിക്കണം നല്ലത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മളപ്പോൾ അവിടെ സെറ്റിലാവാൻ തീരുമാനിച്ചു കേട്ടോ. ഇതാണ് ഞാൻ കണ്ടിരുന്ന വഴി. അവനെന്താ കൂട്ടുകാരെ, അപ്പം നമുക്ക് ഇവിടെ സെറ്റിലാവാണ്. അപ്പം എന്തായാലും ഒത്തിരി സന്തോഷം. എന്തായാലും താഴ്ത്തൊന്ന് പോയിട്ട് ഈ പറഞ്ഞ സംഭവം ഒക്കെ നോക്കാം. ഏത് നാട്ടുകാരൻ്റെയാണെന്ന് എനിക്കറിയില്ല, ഏത് പറമ്പുകാരൻ്റെയാണെന്ന് അറിയില്ല. എന്തായിരുന്നാലും അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് ഒതുക്കി കിടക്കാം. ഇതെന്തായാലും ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല. നേരത്തെ ഇത് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നാളെ കാലത്ത് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു നോക്കണം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. വണ്ടി ഒന്നും കൂടെ ഒന്ന് ഒതുക്കില്ല, എന്നിട്ട് ഇവിടെ ചാച്ചാൻ നോക്കാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി കുഴപ്പമുണ്ടായിട്ടും പ്രത്യേകിച്ച് ഒരു വിവരമൊന്നുമില്ല. അപ്പോൾ കൂട്ടുകാരെ, നെക്സ്റ്റ് മീറ്റ്. അപ്പോൾ നമുക്കിനി ഒന്നും കൂടെ ഒതുക്കിയിട്ട് കേട്ടെ. കാരണം ഏതെങ്കിലും വണ്ടികൾക്ക് അങ്ങനെ വന്ന് വളയ്ക്കണമെങ്കിലൊക്കെ നേരത്തെ വന്ന് വളച്ചവന് ആ കാര്യങ്ങളൊന്നും വളയ്ക്കാൻ തന്നെങ്കിൽ നമ്മളായിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് ശരിയല്ല. അപ്പോൾ കൂട്ടുകാരെ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.